നമസ്കാരം. പിണറായി വിജയൻ വീണ്ടും ധർമ്മിടത്ത് നിന്ന് തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന LDF-നെ സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. പിണറായി അല്ലാതെ മറ്റാരും. ശരിക്കും പിണറായിസം എന്ന് ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ചില ആളുകളും ഒക്കെ തന്നെ പറയുന്നത് സത്യമായി തന്നെ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ തന്നെയാണ്. ഞാനല്ലാതെ മറ്റാരുമില്ല, എനിക്ക് ശേഷം പ്രളയം എന്ന ചിന്താഗതി തന്നെയാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത്. അതിന് ഏറാൻ മൂളികളായ കുറെ ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറാൻ മൂളിയാണ് പാലക്കാട് സ്വദേശിയായ മുതിർന്ന CPM നേതാവ് AK ബാലൻ സഖാവ്. 2015 കാലഘട്ടത്തിൽ ബാലൻ സഖാവിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് സഖാവ് തട്ടിവിട്ടത്. അതിപ്പോൾ 2 ടേണായി, 2 തവണയായി കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ, സഖാക്കളുടെ അടക്കമുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്കറിയാമല്ലോ. അതുപോലെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ, പാർട്ടി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ കൂടിച്ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊന്നും ഇരുമ്പുലക്കയല്ലെന്നാണ് ബാലൻ സഖാവ് പറയുന്നത്. അതൊക്കെ എങ്ങനെ വേണേ മാറ്റാം. ആർക്ക് വേണ്ടി? പിണറായി വിജയന് വേണ്ടി മാത്രം. ഇവിടെ 2 ടേൺ മത്സരിക്കാൻ ശ്രമിക്കുന്നവരെ മുകേഷ് MLA മത്സരിക്കുന്നില്ല, അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നില്ല. അങ്ങനെ 2 ടേൺ മത്സരിച്ചവരാരും പിന്നീട് മത്സരിക്കേണ്ട എന്ന നിലപാടിലേക്ക് കുറെ ആൾക്കാരെ, തോമസ് ഐസക്കിനെയും അതുപോലെ തന്നെ K സുരേഷ് കുറുപ്പിനെയും ഒക്കെ വെട്ടിനിരത്താൻ വേണ്ടി പല രീതിയിൽ ഇത്തരം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ അകത്തെ കാർന്നോർക്ക് അടുപ്പിലും ആകാം ഇത് എന്ത് പാർട്ടി നയമാണ്, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇവിടെ ഏകാധിപത്യം മാത്രമാണ് നടക്കുന്നത് എന്ന് സാരം. നമുക്കെല്ലാവർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ്. ഒന്നും ഒരുപാട് വായനകളുടെയോ ചിന്തകളുടെയോ രാഷ്ട്രീയ വിമർശനങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ബാലൻ സഖാവ് പറയുന്നത് ഇരുമ്പുലക്കയല്ല. പാർട്ടി തീരുമാനങ്ങളോ പാർട്ടിയുടെ ഈ വയസ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അത് ഈ ചില മാനദണ്ഡങ്ങളൊന്നും ഇരുമ്പുലക്കയല്ല. ആർക്ക് വേണമെങ്കിലും എങ്ങനെയും മാറ്റാം. ഇതിനൊന്നും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. അപ്പം പിണറായി സഖാവ് തന്നെ നയിക്കണം എന്നുള്ള ഒരു പ്രചരണം ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുന്നത് AK ബാലൻ സഖാവാണ്. സഖാവിനെ അറിയാമല്ലോ. തീവ്രത അളക്കുന്ന യന്ത്രം വരെ സഖാവിന്റെ കയ്യിലുണ്ട്. ഇവിടെ പാർട്ടി ഏത് നിലവാരത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യം സഖാവിന് നന്നായിട്ട് അറിയാം. ബുദ്ധിയുള്ള സഖാവാണ് ബാലൻ സഖാവ്. പിന്നെ 100 സീറ്റ് മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ആരുടെ? UDF-ന്റേത്. അവരുടെ അല്ല കേട്ടോ, UDF-ന്റേത്. അത് ചിലപ്പോൾ ആയിരിക്കും. പിണറായി വിജയൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തന്നെ ചെയ്യും എന്നാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനോട് AK ബാലൻ പറഞ്ഞത്. CPM-ലെ 2 ടേം വ്യവസ്ഥ അനിവാര്യ ഘട്ടങ്ങളിൽ മാറ്റുമെന്നും വ്യവസ്ഥകൾ ഇരുമ്പുലക്കയല്ല എന്നും പിണറായി മത്സരിക്കുന്നത് LDF-ന് ഗുണം ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നയാൾ അടുത്ത മുഖ്യമന്ത്രിയാകും. അടുത്ത തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഛിന്നഭിന്നമാകും. അബോർട്ട് ചെയ്യാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകം ഇപ്പോൾ തന്നെ നിശ്ചയിക്കേണ്ട കാര്യമില്ലല്ലോ. ഫലം വരുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായി അബോർട്ട് ചെയ്യപ്പെടും എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. എന്തായാലും ഇത്തരം ഏകാധിപത്യ പ്രവണതകളും ഇത്തരം ഒരാൾ താൻ മാത്രം മതി, അല്ലെങ്കിൽ താൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി, അതിന് കുറെ ഇറാൻമൂളികളും വേണം, കുറെ കൂട്ടുകാരും വേണം, കുറെ ആൾക്കാരും വേണം സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ CPM എന്ന പാർട്ടി ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇത് 2 പ്രാവശ്യം അധികാരത്തിൽ വന്നു എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്കോ പാർട്ടി മുന്നണി സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ അല്ലെങ്കിൽ ഉണ്ടാകുമോ? എത്ര നേതാക്കൾ ഒതുക്കപ്പെട്ടു, എത്ര പേർ വെട്ടിനിരത്തപ്പെട്ടു, എത്ര പേർ തൂത്തെറിയപ്പെട്ടു, എത്ര പേരെ ശത്രുക്കളാക്കി. പിന്നെ അവരൊക്കെ പാരമ്പര്യമായി ഓർമ്മ വെച്ച നാള് മുതലേ ഈ പാർട്ടിയെ കുറിച്ച് കേട്ടത് കൊണ്ടും വോട്ട് ചെയ്യാൻ തുടങ്ങിയ നാള് മുതലേ തന്നെ ഈ ഒരു അരിവാൾ ചുറ്റിക്കൊക്കെ കുത്തി ശീലമുള്ളത് കൊണ്ട് മാത്രം കുറെ വോട്ടുകൾ കിട്ടുന്നു എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ ആ ഒരു ജനകീയമായ അടിത്തറ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഇത്തരം ഏകാധിപത്യ പ്രവണതകൾ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പം ബാലൻ സഖാവിനും ഇരുമ്പുലക്കയ്ക്കും അതുപോലെ തന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിനും ഒക്കെ ആശംസകൾ. പിണറായി സഖാവ് ധർമ്മടത്ത് മത്സരിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കട്ടെ. അടുത്ത LDF സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാരിനെ തീർച്ചയായിട്ടും നയിക്കാൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ തന്നെ മുന്നിലുണ്ടാകട്ടെ. ഓർക്കുക, ഒന്നും ഇരുമ്പുലക്കയല്ല. ഇരുമ്പുലക്ക പോലും രാഗിപ്പൊടിച്ച് കടലിലെറിഞ്ഞ പുരാണ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ശ്രീകൃഷ്ണ പുരാണത്തിൽ അതുണ്ട്. എന്നിട്ടും ഒരു ചെറിയ കഷ്ണം ബാക്കി വന്നു. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഇരുമ്പുലക്കകൾ എപ്പോഴാണ് തിരിച്ചടിക്കുന്നത്, തിരിഞ്ഞ് തലയിൽ വന്ന് വീഴുന്നത് എന്നും മാത്രം നമുക്ക് പറയാൻ പറ്റും.